ഇന്ന് നമ്മുടെ നോമ്പുറ അമ്മുൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇന്നലെ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. ഇന്നലെ രാവിലെ തൊട്ടേ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. എന്തായാലും വൈകുന്നേരം ഓട്ടം പോകുന്നതുകൊണ്ട് എന്നെ കൊണ്ട് അമ്മുൻ്റെ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കേണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് അമ്മുൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡെല്ലാം അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. ഉന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒന്നും ഇടത്തില്ല, അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒരു പാൻ എടുക്കണം, അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇടണം, പിന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇടണം. എന്നിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഈ മുട്ടയും നട്ട്സും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ചെക്കി എടുക്കണം. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതൊന്ന് വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അത്യാവശ്യം പഴുത്തൊരു ഏത്തപ്പഴം എടുത്തിട്ട് ഫില്ലിംഗ് അകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മിക്കവാറും ഞങ്ങൾ പിസ്താഡ് ഐസ്ക്രീം വെച്ചാണ് ചെയ്യാറ്. അപ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. പിസ്താഡ് ഐസ്ക്രീം കിട്ടാഞ്ഞപ്പോഴത്തേക്കും ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീമാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന്റെ മേളിൽ കുറച്ച് ചെറിയ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് സാധനം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കലക്കി വെച്ച് സാധനങ്ങളൊക്കെ ടേബിളിന്റെ മേളിൽ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഉന്നക്കായും ചിക്കൻ പൊട്ടിത്തെറിച്ചതും കുറച്ച് ഫ്രൂട്ട്സും ഈ ഫ്രൂട്ട് സലാഡും വെള്ളം കലക്കിയതുമായിരുന്നു. അങ്ങനെ ബാങ്ക് വിളിക്കാൻ ടൈമൊക്കെ ആയി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനായിട്ട് ഞാനും ഉമ്മും മാത്രമേ ഉള്ളായിരുന്നു. മച്ചായും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇക്കായും പോയിട്ടുണ്ടായിരുന്നു. കരഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെനാൻ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.